സിനിമകൾ മാറുന്നതനുസരിച്ചിട്ട് നാടകത്തിന്റെ പ്രാധാന്യം കുറഞ്ഞു വന്നൊരു സമയം ഉണ്ടായിരുന്നു. അതായത് നാടകം കാണുന്ന ആള് ഒരു കോർ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ നിലനിന്നെങ്കിൽ പോലും എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് നാടകം കണ്ടിരുന്ന ഒരാളുണ്ട്. അതിന്റെ വരവ് കുറഞ്ഞു 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 വരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. സീരിയലുകൾ വന്നു, അങ്ങനെ മറ്റ് അവസ്ഥകൾ വന്നപ്പോൾ ഈ നാടകത്തിന്റെ പ്രാധാന്യം അങ്ങനെ കുറഞ്ഞു വന്നൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയങ്ങൾ അലട്ടിയിട്ടുണ്ടോ? അപ്പോൾ എനിക്ക് അതിനകത്തൊരു കാര്യം പറയാനുള്ളത്, നാടകത്തിൻ്റെ പ്രാധാന്യം ഒരിക്കലും കുറഞ്ഞിട്ടില്ല, കുറയുകയില്ല. ഭൂമിയിൽ മനുഷ്യനുള്ളിടത്തോളം കാലം നാടകത്തിന് പ്രാധാന്യം ഉണ്ടായിരിക്കും, അതിന് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ ക്വാണ്ടിറ്റി കൂടി നാടകത്തിൻ്റെ, നാടക സംഘങ്ങളുടെ ക്വാണ്ടിറ്റി കൂടി, നാടകത്തിന് കൂടുതൽ ഈ ആളുകൾ കൂടുതൽ ഉത്സവപ്പറമ്പുകളിലും പള്ളിപ്പറമ്പുകളിലും ഒക്കെ ആയിട്ട് നാടകം കണ്ട് അങ്ങനെ ഒരു നാടകത്തിനോട് ഒരു ഇത് വന്നപ്പം നാടക സമിതികൾ ധാരാളം വന്നു തുടങ്ങി. അപ്പോൾ ആ ക്വാണ്ടിറ്റി കൂടി നാടക സമിതി, അപ്പോൾ ക്വാളിറ്റി കുറഞ്ഞു പോയി. ഈ ക്വാളിറ്റി കുറഞ്ഞതാണ് പ്രേക്ഷകനെ സംബന്ധിച്ച് വന്ന ഒരു മാറ്റമെന്ന് ഞാൻ കണക്കാക്കുന്നു. അപ്പം അതിന് പല കാരണങ്ങളും പലരും പലതും പറഞ്ഞേക്കാം. ഞാൻ അവിടെ ആ ഭാഗത്തേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പല അഭിപ്രായങ്ങൾ പറയും പല ആളുകൾ. പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത്, കാരണം ക്വാണ്ടിറ്റി കൂടി കഴിഞ്ഞപ്പോഴത്തേനും അതിൽ പലതും പരാജയങ്ങളായിരുന്നു. അപ്പം ഈ ക്വാണ്ടിറ്റി കൂടിയപ്പം ക്വാളിറ്റി കുറഞ്ഞു എന്നുള്ളതാണല്ലോ പ്രശ്നം. അപ്പം ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ ഈ മുൻകാലങ്ങളിൽ ഒരു നാടകത്തിൻ്റെ സംഘാടകനോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ആളുകളോ അവർക്ക് ദീർഘകാലത്തെ നാടകങ്ങളുടെ പിന്നാമ്പുറങ്ങളിലൂടെ സഞ്ചരിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകും. അവർ നാടകത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരുന്നതിന് മുമ്പ് ഏതെങ്കിലും നാടകക്കാരുടെ കൂടെയോ അല്ലെങ്കിൽ നാടക സംഘങ്ങളുടെ കൂടെയോ നിരന്തരം ഇങ്ങനെ വർക്ക് ചെയ്തു അന്വേഷിച്ചു അങ്ങനെ കൂടെ നിന്ന് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകും. അതിന് ശേഷമായിരിക്കും അവരൊരു നാടക സംഘം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് എക്സ്പീരിയൻസിന് വേണ്ടി വേറെ എങ്ങും പോകേണ്ട കാര്യമില്ല. അതേസമയം പിന്നീട് വന്ന ഒരുപാട് നാടക സമിതികൾ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരുപാട് ആളുകൾ ഈ നാടക സമിതികൾ ഉണ്ടാക്കുകയും അതിൻ്റെ ഉള്ളിലേക്ക് വരികയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഇവർക്ക് തിരിച്ചറിയാൻ മേലാതെ പോയി എന്നേ ഞാൻ പറയുള്ളൂ. ഏത് നല്ലതേതാ ചീത്തയേതാ, ആരൊക്കെ ഇതിനകത്ത് എക്സ്പെർട്ടാണ്, ആരെയൊക്കെ സമീപിച്ചാൽ നല്ല നാടകങ്ങൾ കിട്ടും, അല്ലെങ്കിൽ നല്ല സംഗീതം ഉണ്ടാക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഇത് അവർക്കില്ല. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടായിരിക്കും പറയുന്നത്. ഈ പറയുന്ന ആളിന് അതുപോലെയുള്ള അറിവുള്ള ആയിരിക്കണമല്ലോ. അപ്പോൾ അയക്കും ഇത് പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലെങ്കിൽ അയാൾ പറയുന്നത് ശരിയെന്ന് വിശ്വസിച്ച് ഈ പാവം അതിനകത്ത് ഇറങ്ങി ചാടും. അവൻ്റെ അറിവിൻ്റെ പരിമിതി അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് നിന്ന് കഴിയുമ്പോഴത്തേനും അത് വളരെ ശുഷ്കമായി പോയെന്നിരിക്കും. ഇത് ഏതൊരു കാര്യത്തിലും ബാധിക്കുന്ന കാര്യമാണ്. ബിസിനസ്സിനെ കുറിച്ച് അറിയാത്ത ഒരുത്തൻ ബിസിനസ്സുകാരനായിട്ട് പോയിട്ട് കാര്യമില്ല. എല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്ക് ഈ ബിസിനസ്സിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമായിരുന്നു ഇതിലേക്ക് വരുമ്പോൾ? എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഉണ്ടോ, പോയില്ലേ, അവിടെ പോയില്ലേ. അപ്പോൾ ഞാൻ പറയുന്നത്, ഇതിനെക്കുറിച്ച് കുറച്ചെങ്കിലും ഒരു അറിവുള്ള ആളുകൾ വേണം ഏതൊരു മേഖലയിലാണേലും അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട്. ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് അവരുടെ വാക്കുകളും വിശ്വസിച്ച് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്, എല്ലാ കാലത്തും ഉണ്ട് കേട്ടോ, കുഴപ്പങ്ങളുണ്ട്. ഓരോരുത്തരെയും പറഞ്ഞ് വഴിതെറ്റിച്ച് അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് അവർ കൂട്ടുപിടിച്ച്, അല്ലെങ്കിൽ അവരുടെ പണമില്ലായിരിക്കും, അപ്പോൾ പണമുള്ള ഒരുത്തനെ പറഞ്ഞ് അവൻ്റെ ബലഹീനത മനസ്സിലാക്കിയിട്ട് അല്ല അവൻ്റെ അങ്ങനെ ചൂഷണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ മേഖലയിലും ഉണ്ട് ഇത്. അപ്പം അത് തിരിച്ചറിയാതെ പോയിട്ട് അതിനകത്ത് ഇറങ്ങി തിരിച്ചിട്ട് നഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളെ ആരും നിർബന്ധിക്കുന്നില്ല ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് നീ ഒരു നാടക സമിതി തുടങ്ങണം, നീ നാടകമായിട്ട് ബന്ധപ്പെട്ട് പോകണം, അല്ല നീ ഒരു സിനിമ എടുക്കണമെന്നും പറഞ്ഞ് ആരെയും പ്രേരിപ്പിക്കുന്നില്ല. ഇനി അഥവാ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അവർക്ക് അതിനെക്കുറിച്ച് ഞാനൊന്ന് ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കട്ടെ, ഒന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് നമുക്കൊരു തീരുമാനത്തിലെത്താമെന്ന് പോലും ആരും പറയത്തില്ല. ആണോ, അങ്ങനെയാണോ, എന്നാൽ നമുക്ക് നോക്കാം എന്ന് പറയും. അപ്പോൾ പിന്നെ എല്ലാം ഈ ആൾ പറയുന്ന പോലെ ആയിരിക്കും. അങ്ങനെ എന്നാൽ അബദ്ധത്തിൽ പോയി ചാടിയെന്നിരിക്കും. പക്ഷെ അയാളുടെ അറിവും ഇതിനെക്കുറിച്ചുള്ള പരിജ്ഞാനവും ഒക്കെ എന്തുമാത്രം ഉണ്ടെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഈ ചെയ്യുന്ന കാര്യത്തിലുള്ള വിജയം. 50 വർഷം അതൊരു വലിയ കാലയളവാണെന്ന് ഈ അഭിമുഖത്തിലൊക്കെ ആളുകൾ ചോദിക്കുമ്പോൾ തോന്നാറുണ്ടോ? എനിക്കങ്ങനെ തോന്നാറില്ല. അരനൂറ്റാണ്ടല്ലേ അത്. അങ്ങനെയൊന്നും ചിന്തയില്ല. കാരണം ലക്ഷ്യമൊന്നാണല്ലോ. അപ്പം അതിൻ്റെ കാലമോ മാർഗമോ പ്രശ്നമല്ല ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയുള്ള യാത്രക്കിടെ. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കില്ല, കാലവും ശ്രദ്ധിക്കത്തില്ല, അതിൻ്റെ പ്രായവും ശ്രദ്ധിക്കത്തില്ല, ഒന്നും ശ്രദ്ധിക്കത്തില്ല. ലക്ഷ്യം
അതാണ്. അപ്പോൾ അത് ഇങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും നമ്മുടെ മെമ്മറിയിലേക്ക് വരണമെന്ന് നിർബന്ധമില്ലല്ലോ. കാരണം ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള അദമ്യമായ അല്ലെങ്കിൽ ആ ആഗ്രഹം അല്ലെ ആ മോഹം ഇതിനെയെല്ലാം നമ്മളെ മറച്ചു കളയും. അതിലുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം പിന്നീട് ഓർക്കുമ്പോൾ നമുക്കതൊരു വിഷയമായിട്ട് തോന്നത്തില്ല. ഒരു അന്തർദാഹം ഉണ്ടാവില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് സാർ ഞങ്ങളുടെയൊക്കെ ഒരു ലെവലിൽ നിന്ന് പറയാം, ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലൊക്കെ ഇടുന്ന സുഹൃത്തുക്കളുണ്ട്, അതുവഴിയൊക്കെ സിനിമയിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് 1, 2, 10 ഒക്കെ ഇട്ടിട്ട് ഇത് എവിടെ എത്തുന്നില്ല എന്ന് അറിയുമ്പോൾ അത് നിർത്തുകയും എന്താണ് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള ആ ജോലിയിലേക്ക് തിരിച്ചു കയറുന്ന ആളുകളെ അറിയാം. അല്ലെങ്കിൽ 5, 6 ഷോർട്ട് ഫിലിം എടുത്തിട്ട് അത് വർക്ക് ആവാണ്ടാവുമ്പോൾ അതിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ വർക്ക് ആവാണ്ടാവുമ്പോൾ മറ്റു ജോലികളിലേക്കോ അല്ലെങ്കിൽ സെറ്റിലാവാനൊക്കെ വിദേശത്തേക്കൊക്കെ പോകുന്ന ആളുകളെ പരിചയമുണ്ട്. ഈ അന്തർദാഹം അതിനുണ്ടാവാനുള്ള സത്യസന്ധത ഒന്ന് വിശദീകരിക്കുക. അതിൽ വേറൊന്നുമില്ല. ചെറുപ്പം പോലെ നമ്മൾ മനസ്സിൽ കേട്ടിട്ടുള്ള ധീരപുരുഷന്മാരും വീരപുരുഷന്മാരുമായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളുടെ ജീവചരിത്രങ്ങൾ നമുക്ക് കേട്ടും കണ്ടും അത് സിനിമകളിലൂടെ കണ്ടും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ബോധം ഉള്ളിലുണ്ട്. എത്രയോ പ്രാവശ്യങ്ങൾ പരാജയത്തിൻ്റെ ഇതിലേക്ക് പോയിട്ട് അവിടുന്ന് വിജയിച്ചു വരുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പം അവരെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒന്നും അല്ല എന്നുള്ളത് തോന്നില്ല. അങ്ങനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു അല്ല, ഒരു അതുണ്ട്. ഏതോ ഒരു രാജാവ് പല പ്രാവശ്യം യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട് ലാസ്റ്റ് 8 പ്രാവശ്യം മറ്റോ യുദ്ധം ചെയ്ത് ഒരു ഗുഹയ്ക്കകത്തുള്ളിൽ ഒളിച്ചിരിക്കുമ്പോൾ അവിടെ ഒരു 8 വല കെട്ടുന്നുണ്ടായിരുന്നു. ആ 8 ഇങ്ങനെ വല കെട്ടി 8 പ്രാവശ്യം അത് ഒരു മൂലയിൽ നിന്ന് മറ്റേ മൂലയിലേക്ക് ചാടിയിട്ട് അതിന് പിടുത്തം കിട്ടിയില്ല. അങ്ങനെ 7 പ്രാവശ്യവും ചാടിയിട്ട് കിട്ടിയില്ല. 8ാമത്തെ പ്രാവശ്യം ചാടിയപ്പോഴാണ് അതിനവിടെ പിടുത്തം കിട്ടുന്നത്. അവിടുന്ന് ആ വല കെട്ടി ആ വല പൂർത്തിയാക്കുന്നത് ഈ രാജാവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ഞാൻ 7 പ്രാവശ്യവും തോറ്റുപോയി, 8ാമത്തെ പ്രാവശ്യം എന്തുകൊണ്ട് എനിക്ക് ഒന്നുകൂടെ ശ്രമിച്ചുകൂടാ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം പോയി യുദ്ധം ചെയ്തു. 8ാമത്തെ പ്രാവശ്യം സന്നാഹങ്ങളൊക്കെ ഒളിവിലിരുന്നും ഒക്കെ ആയിട്ട് കൂട്ടി 8ാമത്തെ പ്രാവശ്യം യുദ്ധം ചെയ്തു. അദ്ദേഹം ആ രാജ്യം കീഴടക്കി, ജയിച്ചു. അപ്പോൾ അത് ഒരു ഇൻസ്പിറേഷനായിരുന്നു അദ്ദേഹത്തിന്. ഇതൊരു ചരിത്രത്തിലുള്ള ഏതൊരു രാജാവിൻ്റെ ഒരു ഞാൻ ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, പേര് മറന്നുപോയി. ഏതൊരു ഫേമസ് ഒരു ചക്രവർത്തി ആയിരുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള കഥകൾ നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് നമ്മൾ ശ്രമിച്ചു നോക്കുക. പിന്നെ ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, കർമ്മം ചെയ്യുക, നീ ഫലം ഇച്ഛിക്കരുത്. അപ്പോൾ കർമ്മം ചെയ്താൽ നമുക്ക് ഫലം ഒരുപക്ഷെ ഉണ്ടാവും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ കർമ്മം എന്താണ്? ആ സമയത്ത് ഞാൻ അന്വേഷിക്കുക, സിനിമയിലേക്ക് എങ്ങനെ കടന്നു വരാൻ പറ്റും, എങ്ങനെ സിനിമയിലെത്താൻ പറ്റും എന്നുള്ള ചിന്തയാണ് നമ്മളെ സംബന്ധിച്ച്. അങ്ങനെയുള്ള ആഗ്രഹം കൊണ്ട്, അതാണ് അദമ്യമായ ആഗ്രഹം സിനിമയിലേക്ക്. അന്നത്തെ ഒരു സിനിമകൾ 90 അല്ല 100% ഈ സുഖപര്യവസായിയായിട്ടും വരുന്ന സിനിമകളും ദുഃഖപര്യവസായിയായിട്ട് വരുന്ന സിനിമകളും അതിൻ്റെ എല്ലാം നായകന്മാരുടെ ഒക്കെ സങ്കല്പം നന്മയാണ്. അപ്പം അവർ ആ നന്മ അല്ലെങ്കിൽ സമൂഹത്തിനൊരു നല്ലത് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വന്നിട്ടുള്ള സിനിമകളെല്ലാം. ഒരു ഗുണപാഠം അല്ലെങ്കിൽ ഒരു സന്ദേശം ഉണ്ടാവും അതിനകത്ത്. അപ്പം അങ്ങനെയുള്ള സിനിമകളിലെ നായക കഥാപാത്രങ്ങൾ, ഈ ചരിത്രമായാലും പുരാണമായാലും അങ്ങനെ. ഈ VS വിട്ടലാചാര്യർ എന്ന് പറയുന്നൊരു സംവിധായകനുണ്ട് തെലുങ്കിൽ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് മാന്ത്രിക സിനിമകളുണ്ട് തെലുങ്കിൽ വന്നിട്ടുള്ളത്. അത് പിന്നെ കന്നഡയിലും ഉണ്ട്. അപ്പോൾ രാമറാവു രംഗറാവൂരൊക്കെ അഭിനയിച്ചിരുന്ന ആ സിനിമകൾ. അപ്പം അതിൻ്റെ എല്ലാം അവസാനം ഒരു നന്മയുടെ ഇതിൽ ചെന്നെത്തുന്നു. ഒരു മോറൽ സ്റ്റോറി ഉണ്ടാവും. ഒരുപാട് അത്ഭുതങ്ങളാണ് അതിനകത്ത് കാണിക്കുന്നത്. നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്തതായ അത്ഭുതങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള സിനിമകളായിരിക്കും അതൊക്കെ. പക്ഷേ എങ്കിലും അതിൻ്റെ അവസാനം നമുക്കൊരു നന്മ, ഒരു ഗുണപാഠം അതിനകത്ത് ഉണ്ടാവും. ആ കഥാനായകന്മാരും അങ്ങനെ അതിനനുസരിച്ച് സഞ്ചരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ചിന്തകളാണ് മനസ്സിൽ കൂടുതലും അന്ന് ഇതിലേക്ക് ഉറച്ചു നിൽക്കാനല്ല, മനസ്സിൽ ആ ലക്ഷ്യം വിടാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നതിൻ്റെ കാര്യം. അതുകൊണ്ട് എനിക്ക് ഒരു വിഷമം വന്നിട്ടില്ല. മദ്രാസിലും മറ്റുമൊക്കെ പോയി പട്ടിണി കിടന്നിരുന്ന ഒരുപാട് സമയങ്ങളുണ്ട്. ആ സമയത്തൊന്നും അതിനെക്കുറിച്ചൊന്നും ഓർത്തിട്ട് നമുക്ക് അന്നും തോന്നിയിട്ടില്ല, ഇന്നും തോന്നുന്നില്ല, ഒരു ഇതായിട്ട് തോന്നുന്നില്ല, വിഷമമായിട്ട്.
തോന്നുന്നില്ല. ഒന്നും നടക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ കൂടെയുള്ളവരൊക്കെ ഇല്ല. ഇങ്ങനെ എത്തിയല്ലോ, ആ ആ ചിന്തകളൊന്നും നിരാശയില്ല എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലഭിക്കാൻ നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കും, ഇല്ലെങ്കിൽ പക്ഷെ നമ്മൾ ഈ പറയുന്നതല്ല. അപ്പം നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ കർമ്മം എന്താ? അന്വേഷിച്ചുകൊണ്ടിരിക്കുക, പല കാണാനുള്ളവരെ കാണുക, അല്ലെങ്കിൽ പരിചയപ്പെടേണ്ട ആളുകളെ പരിചയപ്പെട്ടിട്ട് അവർ മുഖാന്തരം ഒരു പ്രതീക്ഷ ഉണ്ടാകുക. പക്ഷേ ഒന്നിലും പൂർണ്ണമായിട്ട് നമ്മളൊരു ഇത് വയ്ക്കുകയും വേണ്ട. താങ്കൾ എനിക്കൊരു ഉപകാരം ചെയ്യുമെന്ന് കരുതി, അല്ലെങ്കിൽ താങ്കളെ കണ്ട് എനിക്കൊരു സഹായം വേണ്ടി വരും, അപ്പോൾ അത് കരുതി വീട്ടിൽ അത് താങ്കൾ ഉറപ്പായിട്ടും ചെയ്യും എന്ന് കരുതി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി താങ്കളെ വന്ന് കണ്ടു കഴിയുമ്പോൾ അത് നടക്കാതെ പോയെങ്കിൽ ഞാൻ നിരാശപ്പെടുമല്ലോ. പക്ഷെ ഞാൻ വരുമ്പോൾ അങ്ങനെയല്ല, ജസ്റ്റ് നടന്നില്ലെങ്കിൽ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടാകും. നടന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഏത് കാര്യം പ്ലാൻ ബി പോലെ എന്തെങ്കിലും ഉണ്ടാവും. നടന്നില്ലെങ്കിൽ നമ്മളത് നിരാശപ്പെടണം. അപ്പം ഒന്നിലും ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് പ്രതീക്ഷ അർപ്പിച്ച് പ്രവർത്തിക്കാറില്ല ഇപ്പോഴും, ഈ നിമിഷവും. അത് നല്ല മൈൻഡ് സെറ്റ്. നല്ലതൊന്നും അതുകൊണ്ട് നമുക്ക് പിന്നെ ദുഃഖിക്കേണ്ടി വരത്തില്ല ഒരു കാര്യത്തിലും. ഒരു അമിതമായി നമ്മൾ പ്രതീക്ഷിക്കുക, അങ്ങനെ പ്രതീക്ഷിച്ച് വരുമ്പോഴാണ് എല്ലാ ചീട്ടുകൊട്ടാരം പോലെ എല്ലാം തകർന്നടിഞ്ഞു പോകുന്നത്, മനസ്സ് ഇതായിട്ട് പോകുന്നത്. അതുകൊണ്ട് വിഷയമില്ല. ഇപ്പം ഇന്ന് വരെ കിട്ടിയിട്ടുള്ളതെല്ലാം നല്ലത്. ഇനി നാളെ കിട്ടാൻ പോകുന്നതും നല്ലതായിരിക്കാം, ചീത്തയായിരിക്കാം. അത് അനുഭവിക്കാൻ നമ്മൾ ബാധ്യസ്ഥനായി ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു.